ഞെട്ടിക്കുന്ന ഒരു വമ്പൻ വിജയ നേട്ടം തന്നെയാണ് BJPക്ക് വീണ്ടും ലഭിച്ചിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. ഇത് BJP സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയ നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം കോൺഗ്രസ് അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതെന്നതും ഉറപ്പാണ്. നമുക്കറിയാം BJP മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നാളുകളായി. എന്നാൽ ഈ നാളുകൾക്കിടയിൽ BJPയിൽ ഏറ്റവും കൂടുതൽ വലിയ ഒരു നേട്ടമുണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മുസ്ലിം അംഗങ്ങൾ BJPയിൽ വലിയ തോതിലുള്ള ഒരു ഒഴുക്ക് ഉണ്ടായിരിക്കുന്നു എന്ന ഒരു തരത്തിലുള്ള വാർത്ത തന്നെയാണ്. അതായത് മഹാരാഷ്ട്രയിൽ BJP ഈ അടുത്ത കാലത്ത് വലിയ ഒരു വിജയ നേട്ടം ഉണ്ടാക്കിയ മഹാരാഷ്ട്രയിലാണ് ഈ ഒരു വലിയ നേട്ടം സംഭവിച്ചിരിക്കുന്നത്. അതായത് മഹാരാഷ്ട്രയിൽ BJPയിൽ 1 കോടി പേരിൽ 1 ലക്ഷത്തോളം മുസ്ലിങ്ങൾ പാർട്ടിയിൽ ചേർന്നിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ അംഗുത്ത് ഡ്രൈവിലാണ് ഈ ഒരു കാര്യം നടന്നിരിക്കുന്നത്. അതായത് 1 കോടി പേര് BJPയിൽ ചേർന്നിരിക്കുന്നു. അതിൽ 1 ലക്ഷത്തോളം മുസ്ലിങ്ങളാണ് പാർട്ടിയിൽ ചേർന്നിരിക്കുന്നത്. അത് മാത്രമല്ല, രാജ്യത്തുടനീളം നോക്കുവാണെങ്കിൽ ഏകദേശം 44 ലക്ഷം മുസ്ലിങ്ങൾ BJPയിൽ ചേർന്നിട്ടുണ്ട് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് ന്യൂനപക്ഷ സമൂഹത്തിൽ നിന്നുള്ള പ്രതികരണം വളരെ തൃപ്തികരമായിരുന്നു എന്നും കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നു എന്നും ഉത്തർപ്രദേശിൽ 6 ലക്ഷത്തിലധികം മുസ്ലിങ്ങൾ ചേർന്നപ്പോൾ മധ്യപ്രദേശിൽ 3 ലക്ഷവും മഹാരാഷ്ട്രയിൽ 1 ലക്ഷവും പേർ ചേർന്നു എന്നും അഖിലേന്ത്യാ BJP ന്യൂനപക്ഷ സെൽ മേധാവിയായിട്ടുള്ള ജമാൽ സിദ്ദിഖ് പറയുകയുണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസിത് ഭാരതത്തിനായി വ്യക്തമായ ആഹ്വാനം നൽകിയിരുന്നുവെന്നും വികസന അജണ്ടയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ന്യൂനപക്ഷങ്ങളോട് അവർ ആഹ്വാനം ചെയ്തിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ക്ഷേമ പദ്ധതികൾ അവരുടെ ജീവിതത്തിന് ഗുണം ചെയ്യുന്നുണ്ടെന്ന് മുസ്ലിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയതോടെ BJP തൊട്ടുകൂടാത്തവരാണെന്ന ധാരണ സ്വീകാര്യതയിലേക്ക് വഴിമാറുന്നു എന്ന് അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞു. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വേളയിൽ BJPയും അതിന്റെ മുന്നണി സംഘടനയും നടത്തിയ ബതേംഗെ തോ കാറ്റേംഗെ ഏക് ഹേ തോ സേഫ് ഹേ തുടങ്ങിയ പ്രചാരണങ്ങളെക്കുറിച്ച് സിദ്ദിഖ് പറഞ്ഞതും ചോദിച്ചതും ഇങ്ങനെയാണ്: എന്തുകൊണ്ടാണ് അവരെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ തുല്യമായി കാണേണ്ടതെന്നും പാകിസ്ഥാനിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ എന്നും അവരുടെ രാജ്യത്തിനുള്ളിലെ വിഭജനത്തിന്റെ ബലമാണ് ഇന്നത്തെ ദയനീയമായ അവസ്ഥയിലേക്ക് നയിച്ചതെന്നും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രിയും പറഞ്ഞ കാര്യങ്ങൾ വിശാലമായ ഒരു പശ്ചാത്തലത്തിൽ കാണണമെന്നും ഇത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ അല്ല എന്നും കോൺഗ്രസിനെതിരെ രൂക്ഷമായ ആക്രമണത്തിൽ അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞു. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ന്യൂനപക്ഷങ്ങളെ എല്ലായ്പ്പോഴും ലാഭകരമായ വോട്ട് ബാങ്കായി ചൂഷണം ചെയ്തു എന്നും കോൺഗ്രസ് അവരെ എപ്പോഴും ബന്ദികളാക്കി കോൺഗ്രസ് മാത്രമേ അവരുടെ സുരക്ഷ ഉറപ്പാക്കൂ എന്ന് വിശ്വസിപ്പിച്ചു എന്നും എന്നാൽ കോൺഗ്രസ് എന്താണ് ചെയ്തതെന്നും ചോദിച്ചിരിക്കുകയാണ്. മോദി ഭരണത്തിന്റെ കീഴിൽ ന്യൂനപക്ഷങ്ങൾക്ക് മുഖ്യധാരയിലേക്ക് തിരിച്ചു വരാൻ എളുപ്പമാക്കുന്ന പ്രീണന രാഷ്ട്രീയത്തിന് സ്ഥാനമില്ല എന്നും കോൺഗ്രസ് ഇത്രയധികം ആശങ്കയുണ്ടെങ്കിൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കാത്തത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം തുറന്നടിച്ച് ചോദിച്ചു. നേരത്തെ മുംബൈ ന്യൂനപക്ഷ സെൽ മേധാവി വാഷിം ഖാൻ പറഞ്ഞു, മുംബൈയിൽ മാത്രം ഞങ്ങൾ 90 ക്യാമ്പുകൾ നടത്തിയെന്നും നഗരത്തുടനീളം 40,000 അംഗങ്ങളെ ചേർത്തിട്ടുണ്ട് എന്നും. എന്തായാലും ഈ ഒരു വിഷയം ഇപ്പോൾ 44 ലക്ഷത്തോളം മുസ്ലിങ്ങളാണ് ഈ ഒരു ടോട്ടൽ രാജ്യമെമ്പാടുമായി ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് BJPയിൽ ചേർന്നിരിക്കുന്ന മുസ്ലിങ്ങളെന്ന് പറയുന്നത്. അതിൽ തന്നെ 1 ലക്ഷത്തോളം പേര് മഹാരാഷ്ട്രയിൽ നിന്നും അതോടൊപ്പം തന്നെ 3 ലക്ഷം പേര് മധ്യപ്രദേശിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും 6 ലക്ഷം പേരും ഇതിനോടകം തന്നെ BJPയിൽ ചേർന്നിരിക്കുന്നു. ഏതായാലും ഈ ഒരു വിഷയം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു തിരിച്ചടി ഉണ്ടാകുന്ന കാര്യമാണെന്നതിൽ സംശയമില്ല. കാരണം അവരുടെ ഒരു വലിയ വോട്ട് ബാങ്കായി കാണുന്നവർ ഈ ഒരു തരത്തിൽ BJPയിലേക്ക് അടുക്കുന്നു എന്ന തരത്തിലുള്ള ഈ ഒരു ഘട്ടം അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയും BJPയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയ നേട്ടവുമായി കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്.